ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കമ്പനി അക്കൗണ്ട്സിൽ മറ്റൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ഇപ്പോൾ ഒരു കമ്പനിയുടെ രണ്ട് തരം ഷെയർസാണ് പ്രധാനമായിട്ടുള്ളത്, ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റനാണ് ഇക്വിറ്റിയും പ്രിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഡിഫറൻസുകൾ എന്ന് നോക്കി നോക്കാം നമുക്ക്. ബേസിസ്, ഇപ്പോൾ മീനിങ്ങിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് ഓണേഴ്സിൻ്റെ ഷെയറാണ് അല്ലെങ്കിൽ ഓണർഷിപ്പ് ക്യാപിറ്റലാണെന്ന് പറയും, അല്ലേ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓണർഷിപ്പ്. പക്ഷേ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് അവരെക്കാട്ടിലും എന്തോ പ്രിഫറൻസ് ഉള്ള ഷെയറാണ്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ്, രണ്ട് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്യാപിറ്റൽ ഫസ്റ്റ് തിരിച്ചു കിട്ടാനുള്ള റൈറ്റ്. ഇത് രണ്ടും ഇക്വിറ്റി ഷെയറിനെക്കാട്ടിലും ആർക്കാണുള്ളത്, പ്രിഫറൻസ് ഷെയർസിനാണുള്ളത്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ദെൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റിൻ്റെ കാര്യത്തിൽ ഇക്വിറ്റി ഷെയർസിന് ലാസ്റ്റാണ് പേയ്മെൻറ്റ് ഡിവിഡൻറ്റ് കിട്ടുന്നത്, ഇക്വിറ്റി ഡിവിഡൻറ്റ് കിട്ടുന്നത്, അതായത് കമ്പനിയുടെ എല്ലാ ഒബ്ലിഗേഷൻസും കഴിഞ്ഞതിന് ശേഷം. അതേസമയം പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻറ്റ് എന്ത് കിട്ടും, ഫസ്റ്റ് കിട്ടും ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ്, അല്ലേ? ക്രെഡിറ്റേഴ്സിനൊക്കെ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഡിവിഡൻറ്റ് കിട്ടുന്ന ആർക്കാണ്, പ്രിഫറൻസ് ഷെയർസിനാണ്. ദെൻ ക്യാപിറ്റൽ റീപേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ലാസ്റ്റാണ് ഇക്വിറ്റി ഷെയറിനുള്ളത്. അതേസമയം ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് കിട്ടും, പ്രിഫറൻസ് ഷെയർസിൻ്റെ ക്യാപിറ്റൽ റീപേ ചെയ്യും. ദെൻ ഡിവിഡൻറ്റ് റേറ്റ്, ഇക്വിറ്റി ഷെയർസിന് ദർ ഇസ് നോ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ്, പക്ഷേ പ്രിഫറൻസ് ഷെയർസിന് എന്തുണ്ട്, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഉണ്ട്. ദെൻ റിഡംഷൻ എന്ന് പറയുന്നത് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ റിഡംഷൻ എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർസിൽ അങ്ങനെ റിഡംഷൻ എന്നുള്ള പറയുന്ന ഒരു ടേം ഇല്ല, പക്ഷേ പ്രിഫറൻസ് ഷെയർസിൽ എന്തുണ്ട്, റിഡംഷൻ ഉണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു 5 years കഴിഞ്ഞാലോ അല്ലെങ്കിൽ 10 years കഴിഞ്ഞാലോ ആസ് പെർ എങ്ങനെയാണോ അതിൻ്റെ ആർട്ടിക്കിളിൽ പറയുന്നത് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിഡംഷൻ ഉണ്ട്. ദെൻ വോട്ടിംഗ് റൈറ്റ്, അല്ലേ? വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇക്വിറ്റി ഷെയർസിന് ഉള്ളതാണ് എന്ത്, വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസിന് അങ്ങനെ ഒരു വോട്ടിംഗ് റൈറ്റ് ഇല്ല. ജനറൽ ബോഡിയിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് പ്രിഫറൻസ് ഷെയർസിനില്ല, പക്ഷേ ഇക്വിറ്റി ഷെയർസിനുണ്ട്. ദെൻ കൺവേർട്ടബിലിറ്റി, അല്ലേ? കൺവേർട്ട് ചെയ്യാം, ഇക്വിറ്റി പ്രിഫറൻസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഇക്വിറ്റി ആയിട്ടോ കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി, അത് ഇക്വിറ്റി കനോട്ട് ബി കൺവേർട്ടഡ്. ഇക്വിറ്റി ഷെയർസ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത ഷെയർസ് ഒരിക്കലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വേറെ പ്രിഫറൻസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഇക്വിറ്റി ആയിട്ട് തന്നെ തുടരും. പക്ഷേ പ്രിഫറൻസ് ഷെയർസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് മേടിക്കണം, അല്ലേ? ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ വി ക്യാൻ കൺവേർട്ട് ഇൻ ടു ദ ഇക്വിറ്റി ഷെയർസ്. അതൊരു ഇക്വിറ്റി ഷെയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദ ഓപ്ഷൻ ഓഫ് ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. ദെൻ അരിയേഴ്സ് ഓഫ് ഡിവിഡൻറ്റിൽ അരിയർ ഉണ്ടാവുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയറിന് അങ്ങനെ അരിയർ ഒന്നും കിട്ടാനുള്ള റൈറ്റ് ഇല്ല, പക്ഷേ പ്രിഫറൻസ് ഷെയർസിന് എന്തുണ്ട്, അരിയർ ഡിവിഡൻറ്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇയറിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർസിന് പ്രോഫിറ്റ് കിട്ടില്ല ആ വർഷം, പക്ഷേ പിന്നീട് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള അരിയർ ആയിട്ടുള്ള ഡിവിഡൻറ്റും കൂടെ കിട്ടാനുള്ള റൈറ്റ് പ്രിഫറൻസ് ഷെയർസിനുണ്ട്. ദെൻ ഇവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് ഓണേഴ്സിൻ്റെ ക്യാപിറ്റലാണ്, അത് ഓണറാണെന്ന് പറയും. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് എന്താണ്, ക്രെഡിറ്റേഴ്സാണ്. അവർ ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റലാണ് പ്രിഫറൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു സ്റ്റാറ്റസാണ് പ്രിഫറൻസ് ഷെയർസിനുള്ളത്, അത് കടം കൊടുത്ത ആളെന്നുള്ള രീതിയിൽ മാത്രം. അപ്പോൾ മേജറായിട്ടുള്ള ഡിഫറൻസാണ്. പല പരീക്ഷകൾക്കും ഞാൻ ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റനാണ് ഡിഫറൻഷിയേറ്റ് പ്രിഫറൻസ് ആൻഡ് ഇക്വിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്. ജസ്റ്റ് എളുപ്പമാണ്, നമുക്ക് ഇത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നോക്കിയത് എന്താണ് ഇക്വിറ്റിയും പ്രിഫറൻസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.